ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ്. ഞാനും എൻ്റെ ഫാമിലി ആയിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങൾക്കൊക്കെ പോകുന്ന വീഡിയോ പാർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോക്ക് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ മുമ്പ് പോയിട്ടുള്ളത് ലുലു മാൾക്കും അതുപോലെ മലമ്പുഴയുടെ ഫ്രണ്ടിലുള്ള അക്വേറിയത്തിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അക്വേറിയത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് മലമ്പുഴയിലോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോയതും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞങ്ങൾ അക്വേറിയത്തിൽ നിന്ന് നേരെ മലമ്പുഴയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കാണ്ട്, അപ്പോൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി തന്നെ മലമ്പുഴയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ജ്യൂസ് അതുപോലെ ചോളൻ ഐസ്ക്രീം അതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ സർബത്തും അതുപോലെ ചോളനൊക്കെ മേടിക്കാൻ പോയതാണ്. അപ്പോൾ മോൻ ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് അവൻ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുമായിരുന്നു. അവന് പച്ച കളർ പിസ്ത ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് അപ്പോൾ അവനത് മേടിച്ചു കൊടുത്തു. ഈ വീഡിയോ ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ നല്ല ചൂടുള്ള സമയത്ത് പോയ ട്രിപ്പ് കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ കാരണം അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് പോയതാണ്. പാലക്കാട് ചൂട് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മലമ്പുഴയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. അതുപോലെ തന്നെ ചോളോനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടുള്ള ചോളോൻ പുഴുങ്ങിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് കഴിക്കാൻ വെച്ചിട്ട് അത് വാങ്ങിയിട്ട് കയ്യിൽ പിടിച്ചു. അതുപോലെ മോൻ ഐസ്ക്രീം മേടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് പോയിട്ടോ. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് പിന്നെ ടിക്കറ്റ് എടുത്തു. കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല തോന്നണം. അതിന് മുകളിലോട്ടുള്ളവർക്ക് 30 രൂപയായിരുന്നു ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഉള്ളിലോട്ട് പോയി. ഉള്ളിലോട്ട് പോയപ്പോൾ ഇങ്ങനെ വെൽക്കം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി. ഞങ്ങൾ സൈഡിലായിട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വെള്ളമൊക്കെ വേണം പറഞ്ഞിട്ട് അവർക്ക് പുറത്തുനിന്നൊന്നും മേടിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് ചൂടുവെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നീച്ചിട്ട് ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് മുമ്പോട്ട് ഇങ്ങനെ പോയി. ഞങ്ങൾ മുൻപ് ഒരുപാട് വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അതുപോലെ അനിയത്തികളൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ മുൻപ് വന്നിട്ടുണ്ട്. ഇപ്പം കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് മലമ്പുഴക്ക് വന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, ബാലിക ജ്യോതി എന്നൊരു ക്ലാസ്സിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ മുൻപോട്ട് ഇങ്ങനെ പോയി. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നടന്ന് അങ്ങോട്ട് മുമ്പൊക്കെ പോയി. എന്നിട്ട് ഞങ്ങൾ ഡാമിൻ്റെ മുകളിലോട്ടൊന്നും കയറിയില്ല കേട്ടോ. അധികം വെള്ളമൊന്നുമില്ല, പിന്നെ കാണാൻ മാത്രം അവിടെ ഒന്നുമില്ല. കുട്ടികൾക്ക് മേലെ കയറുമ്പോൾ കുട്ടികൾ ക്ഷീണിക്കും. പിന്നെ ഞങ്ങളൊക്കെ മുൻപ് പോയിട്ട് ഒരുപാട് വട്ടം പോയിട്ട് കണ്ടിട്ടുള്ളതും കൂടിയല്ലേ. കുട്ടികൾക്ക് പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിലും വലിയ ക്ഷീണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരും കൂടി ഞങ്ങൾ മുകളിലോട്ട് പോയില്ല. ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ചിങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു. ഞാനിപ്പോൾ പറയാൻ പോണത് എൻ്റെ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിനുള്ള റിപ്ലൈയാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. അപ്പോൾ കമൻ്റ് ഇട്ട ആൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള റിപ്ലൈയാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ വീഡിയോ കാണുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഒരു മുന്നത്തെ ഒരു വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ബെൻസിലാണല്ലോ പോകുന്നത് പറഞ്ഞിട്ട്. ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതൊരു വീഡിയോയിൽ ഞങ്ങൾ പർച്ചേസിങ്ങിനോ അതോ ഞങ്ങൾ ഇങ്ങോട്ടോ പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വീഡിയോയിൽ ഞങ്ങൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ ഓട്ടോയിൽ പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ബെൻസിലാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് പുറത്ത് പോകുമ്പോൾ ബെൻസ് അതുപോലെ ഒരുപാട് വിലപിടിപ്പുള്ള കാറുകളും ബൈക്കുകളും ഒക്കെ ഉണ്ടാകും. അങ്ങനത്തേൽ മാത്രമാണ് പുറത്ത് പോകാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോരുത്തരം വണ്ടികളുണ്ടാകും. ചിലരുടെ വീട്ടിൽ ഓട്ടോ ആയിരിക്കും, ചിലരുടെ വീട്ടിൽ കാറുണ്ടാവും, ചിലരുടെ വീട്ടിൽ ബൈക്ക് സ്കൂട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അങ്ങനത്തെ വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ അങ്ങനത്തെ വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ട് ഒരു സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ ബെൻസും കാറും അതുപോലെ വലിയ വലിയ വണ്ടികളൊന്നുമില്ല, ഒരു സ്കൂട്ടി ഉള്ളൂ. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോയി. പിന്നെ എന്താ പറയുക, ബെൻസിലും അതുപോലെ വലിയ കാറുകൾ മാത്രമാണ് പുറത്ത് ട്രാവൽ ചെയ്യാൻ പോകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല.
നമുക്ക് നമ്മളോട് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുമെങ്കിൽ അതിൽ പോകുക. എന്നിട്ട് നമുക്ക് ഓരോ വണ്ടിയിലാണെന്നുണ്ടെങ്കിലും എങ്ങനെ ട്രാവൽ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടൊരു വൈബ് ഉണ്ടാവും. അത് ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക് അതിൻ്റേതായ രീതിയിൽ നമുക്ക് ആസ്വദിച്ചിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് പോകാം. അപ്പോൾ എനിക്ക് ഈ കമൻ്റ് ഇട്ട ആളോട് ഇത്രേ പറയാനുള്ളൂ. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല, ഇങ്ങനെ കമൻ്റ് ഇടുന്നവർ മാത്രം ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും ഇങ്ങനെ വലിയ വണ്ടിയൊക്കെ വീട്ടിൽ മേടിച്ചിട്ട് അങ്ങനത്തെ വണ്ടിയിൽ തന്നെ ട്രാവൽ ചെയ്ത് പോകാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ നമ്മളിങ്ങനെ കളിയാക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിപ്ലൈ തന്നത്. അപ്പോൾ എനിക്ക് ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ നടന്നിട്ട് ഒരു സൈഡിലൊരു തണലത്തായിട്ട് ഇരുന്നു കേട്ടോ. ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് ഇരുന്നു. എന്നിട്ട് ചോളവനൊക്കെ കഴിച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നടക്കാൻ തുടങ്ങി വീണ്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ മുമ്പോട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകുന്നേരം ആകും തോറും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതുപോലെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ മുമ്പോട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിട്ട് ഇങ്ങനെ നടന്നു. ഇപ്പം ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളെ കുറച്ച് ഗെയിംസ്, റൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മലമ്പുഴ ആ സൈഡിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേട്ടോ കുട്ടികളെ കുറച്ച് ഗെയിംസും കാര്യങ്ങളുള്ളത്. ഒരുപാട് വലുതായിട്ടൊന്നുമില്ല, കുറച്ച് ഊഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഊഞ്ഞാലിലൊക്കെ വലിയ ആൾക്കാരായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. അവരൊന്നും ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല. വലിയ വലിയ ഊഞ്ഞാലിലൊന്നും ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ ചെറിയ ഊഞ്ഞാലിൽ കുട്ടികളെ വെച്ചിട്ട് അവരെ ഇറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പോയിട്ട് കയറിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ബാച്ചക്ക് ഇങ്ങനെ ഇങ്ങനെ അടിയിലേക്ക് ഉരുസി പോകുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കയറാൻ ഇഷ്ടമുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കയറുന്ന ഭാഗത്തായിട്ട് തന്നെ കുറേ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചാടി കയറിയിട്ട് അവനിങ്ങനെ ഉരുസിയിട്ട് അടിയിലേക്ക് വന്നു. ഞങ്ങളിന്ന് വന്നത് സൺഡേ ആയതുകൊണ്ട് തോന്നുന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ മലമ്പുഴയിൽ. കാരണം ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പിന്നെ അവൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ അനിയത്തിയുടെ കുട്ടികളൊക്കെ പാടെ ഇങ്ങനെ കറങ്ങണയിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അതിൽ കയറി ഇരുത്തിയിട്ട് ഉമ്മ ഇങ്ങനെ തിരിച്ചിങ്ങനെ കൊടുത്തായിരുന്നു. പിന്നെ ഞാനതിന്ന് മോനെ ഇറക്കിയിട്ട് പിന്നെ ഞാനും മോനും പാടെ ബാച്ചിയും പാടെ ബാക്കിയുള്ളതിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോന്നു. നേറബേബിനെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നേറബേബി പിന്നെ അനിയത്തിയുള്ള കുട്ടികളൊക്കെ ആയിട്ട് വേറെ ചെറിയ ചെറിയ ഇങ്ങനെ റൈഡുകൾ കയറിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് പോന്നിട്ട് അവനെ ഓരോന്നിൽ കയറണം പറഞ്ഞിട്ട് അവിടെയൊക്കെ കൊടുത്തിട്ട് അവനെ കയറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെടുത്തിട്ട് നടക്കണ്ട വെച്ചിട്ട് കുട്ടീനെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു.
പിന്നെ കുറേ ഗെയിംസിലൊക്കെ ഡാമേജ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും ചിലപ്പോൾ കയറാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ചിലതൊക്കെ അങ്ങനെ കെട്ടി വെച്ചത് കാരണം കുട്ടികൾക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് ഒന്നും ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ. ഇപ്പോൾ ട്രെയിനൊക്കെ ചത്തി കിടക്കുക തോന്നുന്നു. ഒരു സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ട്രെയിനൊക്കെ. പിന്നെ കുറേ നേരം കുട്ടികളെ കൊണ്ട് അവിടെ കളിക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പോകുന്ന ടൈമിൽ ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ പിന്നെ അവിടെ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്നിട്ട് ഞങ്ങളതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓട്ടോ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഞങ്ങൾ പാലക്കാട് NMR റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ബിരിയാണി കേട്ടോ റാവുത്തർ ബിരിയാണി. എനിക്ക് 2 ടൈപ്പ് ബിരിയാണിയാണ് ഇഷ്ടം. ഒന്ന് എൻ്റെ ഉമ്മ വെക്കുന്ന ബിരിയാണിയും പിന്നെ ഈ റാവുത്തർ ടൈപ്പ് ബിരിയാണിയാണ് ഉണ്ടാക്കാറ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പോണ വഴിയിൽ NMR റെസ്റ്റോറൻറ്റിലോട്ട് കയറിയിട്ട് അവിടെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് ഇരുന്ന ടൈമിൽ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടോ. അപ്പോൾ അവരൊക്കെ അവിടെ കടത്തിയിട്ട് ഞങ്ങളെല്ലാവരും പാടെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ NMR ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്. ഉമ്മി അനിയത്തിയൊക്കെ അതന്നെ ഓർഡർ ചെയ്തു. ചെറിയ അനിയത്തി അവൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഉപ്പാക്കുള്ള ബിരിയാണി പാഴ്സലായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.